ഹരിത സർ, നമുക്കറിയാം കഴിഞ്ഞ 14 ദിവസങ്ങളായി ഇന്ത്യ പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ സിന്ദൂറാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ അംഗമായിരിക്കുന്ന മിക്ക സംവിധാനങ്ങളിലും പാകിസ്ഥാനുമുണ്ട്. അത്തരത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെയുള്ള മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഇന്ത്യക്ക് ലഭിച്ച ഒരു പിന്തുണയുണ്ടായിരുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ. ആ പിന്തുണ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് ലഭിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. എന്തുകൊണ്ടായിരിക്കാം ലോകരാജ്യങ്ങളുടെ ഒന്നും ഒരു പിന്തുണ പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിൽ പോലും ലഭിക്കാതെ പോകുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമുക്കൊക്കെ അറിയാം, പാകിസ്ഥാൻ ഈസ് എ നോൺ ടെററിസ്റ്റ് സ്റ്റേറ്റ്. ഭീകരന്മാരെ വളർത്തുകയും സംരക്ഷിക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഒരു ഭീകര രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നത് ഒരു പരിധി വരെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവിടെ പഹൽഗാമിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രദ്ധിച്ചത് അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം, അതൊരു ഭീകരാക്രമണമാണ്, അതിർത്തി കടന്നുള്ള ഭീകരാക്രമണമാണ്, അതിന്റെ പിന്നിലുണ്ടായിരുന്നത് പാകിസ്ഥാനാണ് എന്ന് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ്. കഴിഞ്ഞ 14 ദിവസം നമ്മളൊരു ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് രംഗത്ത് വരുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ അത്ര സൂക്ഷ്മമായിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ചില ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി തന്നെയും നേരിട്ട് സംസാരിച്ചു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു തുർക്കി ഒഴിച്ചാൽ ഏത് ഇസ്ലാമിക രാജ്യമാണ് പരസ്യമായിട്ട് പാകിസ്ഥാന് വേണ്ടി രംഗത്ത് വന്നത്? ഒരുപക്ഷെ താലിബാനും മറ്റും, താലിബാന്റെ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ആശങ്ക എന്തായിരുന്നു? ഈ ഈ ഈ ഭൂമണ്ഡലത്തിലെ ഈ റീജിയണില് ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൂടാ, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാക്കിക്കൂടാ എന്നത് മാത്രമാണ്. അവരുടെ വാക്കുകൾക്കിടയിൽ കൂടി നമ്മൾ കാണേണ്ടത് പാകിസ്ഥാൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള പരസ്യ പ്രസ്താവന കൂടിയാണ്. അപ്പൊ ആ നിലയില് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ വലിയ വിജയത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് രംഗത്ത് വന്നത്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഡെവലപ്മെന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, ചെയ്തത് ചെയ്തു, നത്തിങ് മോർ എന്നതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അതെന്താ? ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാതെ അദ്ദേഹം സമ്മതിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഇനി പാകിസ്ഥാൻ മറ്റൊരു സാഹചര്യത്തിന് മുതിരരുത് എന്നുള്ള ഒരു 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 വ്യക്തമായ ഉപദേശവും നിർദ്ദേശവും കൂടി അതിലുണ്ട്. ഇപ്പൊ ചൈന പോലും ഈ ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയതിനു ശേഷം വളരെ ഭീകരമായ നിലയിലൊന്നും ഇന്ത്യയോട് പ്രതികരിച്ചില്ലല്ലോ. അതിന് കാരണം ഇന്ത്യ എടുത്ത ശക്തമായ വ്യക്തമായ നിലപാടാണ്, സത്യസന്ധമായ നിലപാടാണ്. പഹൽഗാമില് നമുക്കറിയാം, നിരപരാധികളായ വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് അവരുടെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് ഗൺ പോയിന്റിൽ വെടിച്ചു കൊള്ളുകയായിരുന്നില്ലേ? ഇത്തരം ഭീകരമായ ഒരു നടപടി ഉണ്ടായതിനു ശേഷവും നമ്മൾ എത്രത്തോളം മാന്യമായിട്ടാണ്, ഞാൻ പറഞ്ഞത്, ആ വാക്കുകൾക്ക് വേറെ തലങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ എത്ര സൂക്ഷ്മതയോട് കൂടിയാണ് നമ്മൾ പ്രതികരിച്ചത്. ഒരു സിവിലിയനെതിരായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല. നമ്മള് UN ചാർട്ടർ പ്രകാരം ലൈൻ ഓഫ് കൺട്രോൾ കടന്നില്ല. നമ്മുടെ വിമാനങ്ങള് നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. നമ്മൾ ഒരിക്കലും UN ചാർട്ടറുകളെ അല്ലെങ്കിൽ UNന്റെ മാർഗനിർദ്ദേശങ്ങളെ അവഗണിച്ചിട്ടില്ല, മറികടന്നിട്ടില്ല. മാത്രമല്ല, ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് നടപടിയെടുക്കാനുള്ള അവകാശം ലോകത്തെ ഏത് രാജ്യത്തിനുമുണ്ട്. ഭീകരാക്രമണത്തിന് വിധേയമാകുന്ന രാജ്യങ്ങൾക്ക് അത് UN അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനിലുള്ള 9 ഭീകര താവളങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത്. അതും ഇന്നിപ്പോ ലോകരാഷ്ട്രങ്ങൾ ശരിവച്ചിരിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ഡൽഹിയിൽ കണ്ടത് എന്താ? വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാര്, വിദേശകാര്യ മന്ത്രി, സഹമന്ത്രിമാര്
ഒക്കെ തന്നെ ആദ്യം വിളിച്ചത് UN സെക്യൂരിറ്റി കൗൺസിലിലുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളെയാണ്, ഇന്ത്യയിലുള്ള അംബാസഡർമാരെയാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നടന്ന കാര്യങ്ങൾ തെളിവ് സഹിതം പറഞ്ഞ് അറിയിച്ചു. അപ്പോ അതോടുകൂടി തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ പോലും ഇന്ത്യക്കെതിരായിട്ട് ഒരു പരാമർശം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കോൺഗ്രസ്സുകാര് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരുടെ മുതിർന്ന നേതാക്കന്മാർ യോഗം ചേർന്ന് CWCയുടെ യോഗം ചേർന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടു. ആ പത്രസമ്മേളനത്തെ കുറിച്ച് അതിൽ ഖാർഗെയുണ്ട്, KC വേണുഗോപാലുണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്, അങ്ങനെ സച്ചിൻ പൈലറ്റ് ഉണ്ട്, അങ്ങനെ പ്രമുഖന്മാരൊക്കെ ഉണ്ട്. അവരുടെ മുഖത്തെ ജാള്യത, ഒരു മരണ വീട്ടിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു അന്തരീക്ഷം, അത് പ്രതിപക്ഷം ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് കുഴപ്പത്തിൽ ചാടിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അത് അങ്ങനെയാവും കാര്യങ്ങൾ പോവുക എന്ന് അവർ ചിന്തിച്ചു. അതിലും നരേന്ദ്രമോദി ഉജ്ജ്വലമായ വിജയം നേടി എന്നതല്ലേ. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. AK ആന്റണിയുടെ ഇന്നലത്തെ പ്രസ്താവനയാണ്. അതൊരു അളന്നു തൂക്കിയുള്ള കൃത്യതയുള്ള പ്രസ്താവനയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്ക് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇത്രമാത്രം അംഗീകാരം ലഭിച്ച മറ്റൊരു നിമിഷം ഉണ്ടായിട്ടില്ല, ഒരു ചരിത്ര മുഹൂർത്തമാണിത് എന്ന് പറഞ്ഞത് ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണിയ, കോൺഗ്രസ്സുകാരനായ ആന്റണിയ. 10 വർഷം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണിയാണ്. അത് പ്രതിപക്ഷത്തിനും ഒരു സൂചകമാണ്, ലോക രാഷ്ട്രങ്ങൾക്കും അത് സൂചകമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ പരിവർത്തനത്തിന്റെ ഒരു ദിശാബോധമാണ് ആന്റണിയുടെ പ്രസ്താവന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഈ രീതിയിൽ കോൺഗ്രസിനുമൊക്കെ ഏറ്റവും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്ക് ലഭിച്ച ഒരു പിന്തുണ എന്ന് പറയുന്നത്. അപ്പോഴും ലോകരാജ്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെ ഒരു അതൃപ്തി പാകിസ്ഥാനോട് അറിയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. F-16 വിമാനം അനധികൃതമായി, അല്ലെങ്കിൽ അവർ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞോ ആ സാഹചര്യത്തിലല്ല പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനിയും കൂടുതൽ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെട്ട് നിൽക്കവേ കൂടുതൽ ഒരു സാമ്പത്തിക നഷ്ടവും, അതല്ലെങ്കിൽ കൂടുതൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇനിയുമൊക്കെ അകന്നുള്ള ഒരു പ്രതിസന്ധി നേരിടാൻ സാധ്യതയില്ലേ? ഇതിനെ 2 തലത്തിൽ കാണണം. ഒന്ന്, പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്കെതിരായിട്ട് എന്തെങ്കിലും ആക്രമണത്തിന് തയ്യാറാകുമോ? ശരിയാണ്, അതിർത്തിയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ അവരിപ്പോ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പട്ടാളത്തിന്റെ സ്വഭാവമാണത്. ഭരണകൂടം വിചാരിച്ചാൽ പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല. കാരണം പട്ടാളത്തിന് അത്രമാത്രം സ്വാധീനവും നിയന്ത്രണവും പാകിസ്ഥാനിലുണ്ട്. ഇപ്പോ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം യഥാർത്ഥത്തിൽ പാക് പട്ടാളത്തിന് ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ആ രോഷവും വിദ്വേഷവും വിഷമവും ഒക്കെ അവർ അതിർത്തിയില് ഷെല്ലിംഗ് ഒക്കെ നടത്തി പാവപ്പെട്ട സിവിലിയൻസിന് നേരെ കുഴപ്പമുണ്ടാക്കി അവരുടെ വീടുകൾ തകർക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രഹരം, പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന തിരിച്ചടി അവർക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറമായിരിക്കും. ഇപ്പോ ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണമാണ്. അത് ന്യായമാണ് എന്ന് സർവരും സമ്മതിക്കുന്നു. പക്ഷെ അതിനുശേഷവും ആയുധം കയ്യിലെടുത്ത് ഇന്ത്യക്കെതിരെ പോരാടാൻ പാകിസ്ഥാനിലെ പട്ടാളം തീരുമാനിച്ചാൽ, പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചാൽ അതിന് പാകിസ്ഥാൻ കൊടുക്കേണ്ടി വരുന്ന വില വലുതാണെന്ന് അവർക്കും ബോധ്യമുണ്ട്. അമേരിക്ക അടക്കം, റഷ്യ അടക്കം, ചൈന അടക്കം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവരതിന് തയ്യാറാകില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. പക്ഷെ അയൽവക്കത്ത് ഇന്ത്യയുടെ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാൻ ഈ പട്ടാളക്കാർ ശ്രമിച്ചുകൂടായികയില്ല. അതിന് മറുപടി കൊടുക്കാൻ തക്കവണ്ണമുള്ള ശേഷി ഇന്ത്യയുടെ കരസേനയ്ക്കുണ്ട്. ഇന്ത്യ അത് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി, ഇത്തരം കാര്യങ്ങള് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള യുദ്ധസന്നാഹം അല്ലെങ്കിൽ യുദ്ധസഹജമായ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ മാത്രമല്ല, ഏത് കാലത്തും അതിർത്തി കണ്ടുള്ള ഭീകരവാദം, അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കല്, ഇന്ത്യക്കാരെ കാണുമ്പോൾ രോഷം കൊള്ളല് ഒക്കെ പാക് പട്ടാളത്തിന്റെ ശൈലിയാണ്. എപ്പോഴും അവരതിന് തയ്യാറായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ യുദ്ധാന്തരീക്ഷം അതിർത്തിയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് കടക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അതിന് ശ്രമിച്ചാൽ
പാകിസ്ഥാന് നഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്കായിരിക്കും എന്നുള്ള ബോധ്യം അവർക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. എന്തായാലും ഇന്ത്യക്കെതിരായ ഒരു നീക്കം നടത്താൻ പാകിസ്ഥാൻ മുതിരില്ല എന്ന കാര്യം വ്യക്തമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ആ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തമാണ്. താങ്ക് യു ഹരിദാസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.